എത്ര പറഞ്ഞാലും കേൾക്കില്ല. അനു വരുന്നതിന് മുന്നേ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആരോട് പറയാനാ? കണ്ടില്ലേ, ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയാ സാറും പറയുന്നത്. അമ്മ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തെ? അമ്മ കാരണം എനിക്കാ വഴക്ക് കിട്ടുന്നത്. ദിവസം മുഴുവനും ബുക്കിനകത്ത് മുങ്ങി കിടക്കുമല്ലേ. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? ഡോക്ടർ പറയുന്ന മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിലേ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. വാ അമ്മേ. എന്റെ അമ്മോ, നീ തല തോർത്തിയില്ലല്ലേ. ബീനേച്ചി എന്താ മോനെ? ഒന്നിങ്ങ് വന്നേ. അമ്മ ഞാനിപ്പോ വരാവേ. എന്തു പറ്റി? ഇവിടെ തലയും തോർത്തി കൊടുത്തേ. വല്ല ജലദോഷവും പിടിക്കണ്ട. തോർത്തു തരാം. അമ്മേ, അമ്മ ഇവിടെ എന്തെടുക്കുക? പതുക്കെ വാ, പതുക്കെ. അങ്ങനെ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്ക് തന്നെയല്ലേ പ്രശ്നം. അമ്മ എന്താ പറഞ്ഞനുസരിക്കാത്തത്? നോക്കു മോനെ, ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല. അതുവരെ കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ചൂടെ? എപ്പോഴും ദേഷ്യപ്പെട്ടുണ്ട്. അതുപോലെ ചേച്ചിയോടും ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അവളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇന്ന് തന്നെ എന്റെ ജീവൻ പോയാ നീ പിന്നെ ആരോടാ ദേഷ്യപ്പെടുക? ബൃന്ദയോടോ? അമ്മ മിണ്ടാതെ ഒന്ന് കഴിച്ചേ. മോളെ ഇങ്ങോട്ടിരിക്കെ, സൂക്ഷിച്ചേ. ശരി ശരി, നോക്ക് ഞാൻ വരാം. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഞാൻ തന്നെ വേണം. വാ തുറന്നേ. ആന്ന് കാണിച്ചേ. ഓ അമ്മ പതുക്കെ, ഒന്നുമില്ല, പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ. നിക്ക് മോളെ, ഞാൻ വാരിത്തരാം. മോളൊന്നാ കാണിച്ചേ. വേഗം കഴിക്കണം, ഒന്ന് വേഗം കഴിച്ചേ. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിക്കാൻ. ഓ കണ്ടോ അവളുടെ അസൂയ. സുന്ദരി ഇപ്പൊ ഓക്കെ അല്ലേ? കഴിക്കേ. അല്ല, ഈ വലിയ കപ്പൽ എങ്ങനെ നീന്താൻ പഠിച്ചത്? എന്ത് രസാ നോക്കത് വെള്ളത്തിലൂടെ പോകുന്നത് കാണാൻ. അതിന് ഒഴുകാൻ മാത്രമല്ല, എങ്ങനെ നീന്തണം എന്നും അറിയാം. അതെയോ? ആരാണ് അതിന്റെ ട്രെയിനർ? പറ കേക്കട്ടെ. നിങ്ങളല്ലേ? ആ എഞ്ചിൻ ഉണ്ടാക്കിയ എഞ്ചിനീയർ. ഒരു എഞ്ചിനീയർ വരച്ച ആദ്യത്തെ ഷിപ്പ് ഉണ്ടല്ലോ, ആ എഞ്ചിനീയറാണ് വെള്ളത്തിനോടും കാറ്റിനോടും ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി അവയ്ക്ക് കൊടുത്തത്. അതിനുശേഷമാണ് ഈ കപ്പലുകളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഒരു സ്വിമ്മറാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ട്രെയിനറിന്റെ ആവശ്യമില്ല. വാവ്, അത് ശരിക്കും പൊളിച്ചു. അങ്ങനെയാണെങ്കിലേ ആ എഞ്ചിനീയർ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാ. റൈറ്റ്? നിങ്ങളുടെ സ്റ്റുഡൻസും ബോൺ സ്വിമ്മേഴ്സ് അല്ലേ? ശരിയല്ലേ? ഇവിടുത്തെ വൃത്തികെട്ട പൊളിറ്റിക്സ് ഈ ക്ലബ്ബിൽ തലയിടാതിരുന്നാൽ നന്നായിരിക്കും. ഞാൻ ഫ്ലോട്ടേഴ്സിന്റെ കോച്ചായി തന്നെ ആർണബിനെ പിടിച്ചിട്ടില്ല. അതെയോ? നിനക്ക് വേറെയും കുറെ ഓഫേഴ്സ് വന്നതല്ലേ? മറ്റുള്ള ഒരുപാട് ക്ലബ്സ് നിന്നെ ഹയർ ചെയ്യാനും റെഡി ആയിരിക്കാണ്. അപ്പൊ എന്റെ കമ്മിറ്റ്മെന്റോ? പോല, ഹാദി, അവര് സബ് ജൂനിയർ ലെവലിൽ നല്ല പെർഫോമൻസാ. അടുത്ത 2 വർഷത്തിനുള്ളിൽ അവരെ എവിടെ എത്തും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവർക്ക് 2 പേർക്ക് എന്റെ ഗൈഡൻസ് വേണം. അവരെ ഞാൻ ഈ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എന്റെ മനസാക്ഷിനോട് പൊറുക്കില്ല. സ്വന്തമായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും ചാമ്പ്യന്മാരാക്കിയേനെ. അതിരിക്കട്ടെ, നിങ്ങളുടെ ജോബ് എന്തായി? അതെനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. ഇത് ശരിക്കും അടിപൊളിയാണ്, സമാധാനമുണ്ട്. ഒരുപക്ഷെ എനിക്ക് ജോലി കിട്ടിയാൽ തന്നെ അതേസമയം ഈ സ്പോർട്സിന്റെ കാര്യമൊക്കെ ആകെ കഷ്ടത്തിലാവും. എൻ്റെ കോൺട്രാക്ട് പേയ്മെന്റ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അമ്മയുടെ ട്രീറ്റ്മെന്റ്, മറ്റേ ഭാഗത്താണെങ്കിൽ അനു. അനുവിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഒരു കാര്യം അറിയോ, അവളിപ്പോ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ അവളിപ്പോ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ അമ്മ, ഏട്ടൻ ഇതല്ലാതെ ഒന്നും പറയാറില്ല. പെട്ടെന്ന് അവൾ എന്താ പറഞ്ഞെന്നറിയോ? ബൃന്ദാന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവള് ശരിക്കും ഷാർപ്പാ. അവളെല്ലാം കേൾക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് പോലും എനിക്കറിയില്ല. സ്പെഷ്യൽ ചിൽഡ്രൻ എപ്പോഴും സ്പെഷ്യൽ തന്നെയായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് സ്പെഷ്യൽ പാരന്റ്സ് ആയിരിക്കും. തന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു നോർമൽ ലൈഫ് കൊടുക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധിയെ എതിർത്ത് അവർക്ക് വേണ്ടി പോരാടാനും തയ്യാറാണ്. ആൻഡ് യു ആർ വെരി സ്പെഷ്യൽ ടു അനു. Because you are the best. Acha? What are you doing? Don't disturb me, sweetheart. Selection process are going on. എന്തിന്റെ സെലക്ഷനാ? Simple. മാട്രിമോണിയിൽ ഞാനൊരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നിന്റെ ഫോട്ടോ അപ്ലോഡും ചെയ്തു. 24 hours ധാരാളം മറുപടികൾ വരാനും തുടങ്ങി. എനിക്കെല്ലാവരെയും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പ്രോസസ്. സെലക്ഷൻ ആരുടെ മേളാണോ എന്റെ ടാർഗറ്റ് കൊള്ളുന്നത് അവര് സെക്കൻഡ് റൗണ്ടിലേക്ക് എലിജിബിൾ ആകും. അച്ഛാ, ഇത് ശരിക്കും വളരെ ഇൻസൾട്ടിംഗ് ആട്ടോ. ഒരു ഡാറ്റ ഉപയോഗിച്ചാണ് അച്ഛൻ എന്റെ ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴേ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതാ. നിക്ക്
ലൈഫ് പാർട്ട്ണറിനെ നീ സെലക്ട് ചെയ്തെന്നോ? അവനെ കാണാൻ എങ്ങനെയുണ്ട്? അവന്റെ ഹൈറ്റ് എത്രയാ? എല്ലാം പറഞ്ഞിട്ട് പോ. ഓഹ് എന്റെ അച്ഛ, ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും എനിക്ക് വലിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന് നിന്നേ. അങ്ങനെയുള്ള ഇന്റേണൽ ഫാക്ടർ നീ എന്താ കണ്ടത്? ഹീസ് എ സ്പോർട്സ്മാൻ. അത് മാത്രമല്ല, അയാളൊരു കോച്ചും കൂടിയാ. വാവ്, ഇത് കൊള്ളാമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നാളെ അവനോട് വീട്ടിലോട്ട് വരാൻ പറ. ഒരു ഷാമ്പയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് അങ്ങ് ആഘോഷിക്കാം. എന്റെ അച്ഛ അങ്ങനെ അച്ഛനെ പോലെ വെള്ളം അടിക്കാറൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ്? മദ്യപിക്കാത്ത ചെറുപ്പക്കാർ ഇക്കാലത്തോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നാളെ അവനെ ക്ലബിലേക്ക് വിളിച്ചോണ്ട് വാ. ഞാൻ വാക്കിങ് പോകുന്ന സമയത്ത് അഡിഡാസേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഞാൻ എപ്പോഴും പൂമ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സ് ധരിക്കുമ്പോഴേ ഞാൻ സ്ലിപ്പർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ എത്രത്തോളം ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ചാലും എൻ്റെ കാലെപ്പോഴും അങ്ങ് വീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വല്ല മെഡിസിനും ഉണ്ടെങ്കിൽ പറ. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഒന്ന് ഫ്ലോട്ടേഴ്സ് ക്ലബ്ബിൽ വരെ ഒന്ന് വന്നിട്ട് പോ. ഓക്കെ. ചേട്ടാ, മൻസൂഖ് ഫ്ലോട്ടേഴ്സ് മീറ്റിംഗിന്റെ അജണ്ടയെ പറ്റി എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റ്യൂം മുതൽ എക്യുപ്മെന്റ് വരെയുള്ളവയ്ക്ക് ബഡ്ജറ്റ് കൂടുതലാണ് പോലും, മെയിൻ്റെനൻസും കൂടുതലാണെന്ന്. അതുകൊണ്ട് ശമ്പളം കൂട്ടി ചോദിക്കുക. ശരി, ഞാൻ സ്പോൺസറിനോട് സംസാരിക്കാം. അല്ലാതെ ഒരു രാത്രി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മെമ്പേഴ്സ് എന്താ പറയുന്നത്? ഐ മീൻ ഡൊണേഷൻ? കോച്ച് പറയുന്ന അതൊന്നും വേണ്ടെന്നാ. മെമ്പേഴ്സ് ആരും അത്ര വലിയ ഫാമിലിയിൽ നിന്നും അല്ല. അതുകൊണ്ട് ആരോടും ഫോഴ്സ് ചെയ്ത് കാശ് ചോദിക്കാൻ പറ്റില്ല. പരാതി കിട്ടിയ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയേട്ടൻ. ഓരോ ദിവസം കൂടി വരിക. ഭക്ഷണം മുതൽ എല്ലാത്തിലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളത്. മീഡിയക്കാരെങ്ങനെ പറഞ്ഞാൽ പണി കഴിഞ്ഞു. അതുമാത്രമല്ല, പുതിയ സെഷൻ 20% ശമ്പളം കൂടി ചോദിക്കുന്നേ. നിനക്ക് ധൈര്യം ഇച്ചിരി കൂടുതലാ. സത്യം പറഞ്ഞാൽ സ്മാർട്ടായിരിക്കണമെങ്കിൽ കുറച്ച് ധൈര്യവും നമുക്ക് ആവശ്യമുണ്ട്. അതാ അയൻ്റെ അടുത്ത് ധാരാളമുണ്ട്. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാ, നിന്നെക്കൊണ്ട് തുടർന്ന് വെള്ളത്തിനകത്തിലെ ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റേ ഇരിക്കാൻ പറ്റൂ. പക്ഷെ നീ വെള്ളത്തിനുള്ളിൽ കൂടുതൽ നേരം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാലുണ്ടല്ലോ, അതിന് തീർച്ചയായിട്ടും ഓക്സിജൻ സിലിണ്ടർ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു ദിവസം വരും, ആ ദിവസം അവന്റെ കയ്യിലുള്ള ആ ഓക്സിജൻ സിലിണ്ടർ ഇങ്ങ് ഊരി എടുത്തേക്കണം. നോക്കി വാ തുറന്നേ. അങ്ങനെ തന്നെ. അമ്മ ഇത് കണ്ടോ? അനുവിനിപ്പോ നല്ല മാറ്റമുണ്ട്. അവള് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട്. വാ തുറന്നേ. അവൾ നീ പറയുന്നതേ കേൾക്കൂ. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അനു, നീ അമ്മ പറഞ്ഞ അനുസരിക്കില്ല? അതെ അമ്മ, വൃന്ദ പറഞ്ഞ വളരെ കറക്റ്റാ. നമ്മുടെ അനു വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാ. ശരിയാ മോനെ. വൃന്ദ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ശരി, ഞാൻ അവളെ ഒരു വീഡിയോ കോൾ ചെയ്യാം. ഹായ്, ഇതേത് കണ്ടോ? ആരാ ഇത്? ഹനു, എന്താ ചെയ്യുന്നേ? ഭക്ഷണം കഴിച്ചോ? എന്താ അവളിപ്പോ എന്താ പറഞ്ഞേ? അവള് ടിവിയിൽ സിനിമയും കണ്ടിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവള് നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഫോണിങ് താ മോനെ, ഞാനൊന്ന് അതെ, അമ്മയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. ഇതമ്മേ. മോളെ വൃന്ദേ, നീ ചെയ്ത സഹായത്തിന് നിന്നോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമ്മള് ഈ പുനർജന്മത്തെ പറ്റിയൊക്കെ സംസാരിക്കില്ലേ? അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ ഞാൻ തീർച്ചയായും നിനക്കിതിന്റെ പ്രത്യുപകാരം ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞ ഞാൻ കാരണം എൻ്റെ മക്കളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി. എന്നാ ഇന്ന് നീ കാരണം അവരുടെ മുഖത്ത് വീണ്ടും സന്തോഷം കാണാൻ കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കില്ല ആന്റി. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. ആന്റി പേടിക്കരുത്. എനിക്കിവരെ ഉപേക്ഷിച്ചു പോകാൻ ഒരാഗ്രഹവുമില്ല. ഞാൻ ഓരോ പ്രാവശ്യവും കീമോതെറാപ്പിക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയായിരിക്കും മോളെ. കാരണം ഈ വീട്ടിലെല്ലാവരും എന്റെ ജീവനാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അധികം താമസിയാതെ ഞാൻ ഈ ലോകത്തുനിന്നും വിടവാങ്ങും. അതിനുശേഷം ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതറിയാം. ആന്റി ദയവ് ചെയ്ത് ഇങ്ങനൊന്നും സംസാരിക്കല്ലേ പ്ലീസ്. ആന്റി എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല.